ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ. യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിക്കുക, അതിനുവേണ്ടി ആത്മീയമായിട്ട് ഒരുങ്ങുക. ഇതാണ് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുക എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്ന കാര്യം. നമുക്കറിയാം, ഉണ്ണീശോയെ സ്വീകരിക്കാൻ വേണ്ടി വിദൂര ദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നവരാണ് പൂജ്യരാജാക്കന്മാർ. അവർ ഒരു നക്ഷത്രം കണ്ട് അതിന് പുറകെയാണ് ഉണ്ണീശോയെ അന്വേഷിച്ച് ജെറുസലേമിലെത്തുക. ജെറുസലേം എത്തിക്കഴിഞ്ഞ അവർക്ക് രാജകൊട്ടാരം എത്തിയപ്പോഴേക്കും അവർ അതുവരെ വഴി കാണിച്ച നക്ഷത്രത്തെ മറന്ന് രാജകൊട്ടാരത്തിനകത്ത് പ്രവേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെ നമ്മൾ ഉണ്ണീശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ വഴിതെറ്റാനുള്ള സാധ്യതകൾ ഉണ്ട്. നമ്മളും ലോകത്തിൻ്റേതായിട്ടുള്ള സാധ്യതകളും ലോകത്തിൻ്റേതായിട്ടുള്ള മഹത്വവും രാജകൊട്ടാരങ്ങളും ഒക്കെ കാണുമ്പോൾ അതുവരെ നമ്മളെ വഴി കാണിച്ച, അതുവരെ നമ്മൾക്ക് വെളിച്ചമായിരുന്ന, അതുവരെ നമ്മളെ സഹായിച്ച പലരെയും പലതിനെയും മറന്നൊക്കെ ജീവിക്കുന്നവരായി പലപ്പോഴും നമ്മൾ മാറാറുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വഴിതെറ്റലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ വളർന്ന് സാമ്പത്തികമായിട്ട് ഉയരുമ്പോൾ, നല്ല ജോലി കിട്ടുമ്പോൾ, ജീവിത സാഹചര്യങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ, വിദേശത്ത് പോയി പഠിക്കുമ്പോൾ, നന്മയിൽ വളരുമ്പോൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്, നമ്മളെ വഴി കാണിച്ചവരെയും നമുക്ക് വെളിച്ചമായവരെയും നമ്മളെ കരുതിയവരെയും ഒക്കെ ആ സമയം നമ്മൾ മറന്നുപോകുമെന്നുള്ളത്. അപ്പോഴാണ് തെറ്റായ ലോകത്തിൻ്റെ രാജകൊട്ടാരങ്ങളുടെയൊക്കെ നടുവിൽ പോയി നമുക്ക് കിട്ടിയ നന്മകളും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുമൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ പലരും എത്തിച്ചേരുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പം നമ്മുടെ ഹൃദയം ഒരിക്കൽ കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഇത്തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ വഴിതെറ്റലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വഴിതെറ്റുകളെ തിരുത്തി കൂടുതൽ നന്മയായി, കൂടുതൽ സ്നേഹമായി, നക്ഷത്രത്തിൻ്റെ വെളിച്ചം വീണ്ടും പൂജ്യരാജാക്കന്മാർക്ക് കിട്ടിയത് അവർ രാജകൊട്ടാരത്തിൽ നിന്നിറങ്ങി റൂട്ടിലെത്തിയപ്പോഴാണ്. നമ്മളും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കൊട്ടാരത്തിനടുവിൽ പോയിരുന്ന് ദൈവത്തെ മറന്നു ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമുക്ക് വെളിച്ചം തരുന്നവരുടെ, പ്രകാശം തന്നവരുടെ, നമ്മളെ സഹായിച്ചവരുടെയൊക്കെ നന്മകളെ കണ്ടെത്തി അവയെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം ഇന്നത്തെ ദിവസം ഉണ്ണീശ്വരൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശ്വരൻ നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.